ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ പ്രശസ്തമായ ദേശീയ സ്മാരകങ്ങളിൽ മറഞ്ഞിരിക്കുന്ന 10 രഹസ്യങ്ങൾ. ദേശീയ സ്മാരകങ്ങൾ എല്ലാം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഏറ്റവും കൂടുതൽ പേർ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ചിലതാണ്. വളരെ ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞതാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ. പൊതുവെ ഇവ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ സ്മാരകങ്ങൾക്ക് അവയുടെ രഹസ്യ സ്ഥലങ്ങളിൽ ചില വിചിത്രമായ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. പ്രശസ്തമായ ദേശീയ സ്മാരകങ്ങളിൽ അത്തരം 10 മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഇതാ. 1. ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ബ്രൂക്ലിൻ പാലത്തിന്റെ താഴെ ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്ത മറഞ്ഞിരിക്കുന്ന വൈൻ നിലവറകൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ നിലവറകൾ എപ്പോഴും തണുത്തതായതിനാൽ വ്യാപാരികൾ അവരുടെ വില കൂടിയ കുപ്പികൾ സൂക്ഷിക്കാൻ അവ ഉപയോഗിച്ചിരുന്നു. പാലത്തിന്റെ ഘടനയുടെ ചെലവുകൾക്ക് സഹായമാകുന്നതിനാണ് അവ സൃഷ്ടിക്കപ്പെട്ടത്. പാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിന് 7 വർഷം മുമ്പ് 1876 നിലവറകൾ സ്ഥാപിച്ചത്. ഒത്തുതീർപ്പിന്റെ പ്രവർത്തനമായാണ് ഇവ ആദ്യം സൃഷ്ടിച്ചത്. അതായത് പാലത്തിന്റെ ചീഫ് എഞ്ചിനീയറായ വാഷിംഗ്ടൺ റോബ്ലിംഗ് നിർമ്മാണത്തിന്റെ പാതയിലായിരുന്ന 2 അലങ്കാര പണികൾ എന്ത് ചെയ്യണമെന്ന് ആശ്ചര്യപ്പെട്ടു. ഇരുവശത്തും മാൻഹട്ടനിലും ബ്രൂക്ലിനിലും മദ്യ കമ്പനികൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പാലത്തിന്റെ $15 മില്യൺ ബഡ്ജറ്റിൽ സഹായിക്കാനുള്ള അവസരമായി എഞ്ചിനീയർ ഇതിനെ കാണുകയും ഓരോ കരയിലും പാലത്തിന്റെ രൂപകൽപ്പന പ്രാദേശിക ബിസിനസ്സുകൾക്ക്, അതായത് മദ്യ കമ്പനികൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നീട് ആ നിലവറകൾ വൈൻ നിലവറകളായി മാറി. അവിടെ വീഞ്ഞു കുപ്പികൾ സൂക്ഷിക്കാൻ അനുവദിച്ചു. എഞ്ചിനീയറുടെ പദ്ധതി വിജയകരമായിരുന്നു. 40 വർഷക്കാലം പല മദ്യവിൽപ്പനക്കാരും പാലത്തിന് താഴെയുള്ള നിലവറകൾ ഉപയോഗിക്കുമായിരുന്നു. അറകൾ 60,000 ടൺ ഗ്രാനൈറ്റ് പ്രവേശന കവാടങ്ങൾക്ക് താഴെയായിരുന്നു. ഇത് സ്ഥലങ്ങളെ ഇരുണ്ടതും തണുപ്പുള്ളതും ഷാമ്പെയിനുകൾ, വൈനുകൾ എന്നിങ്ങനെയുള്ളവ സംഭരിക്കുന്നതിന് അനുയോജ്യവുമാക്കി. 1910കളോടെ നിരോധനം കാരണം നിലവറകൾ 1933 വരെ പത്രക്കടകളായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇതിനുശേഷം മദ്യം വീണ്ടും ബിസിനസ്സിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ ഇത് 2ാം ലോക മഹായുദ്ധം വരെ, അതായത് ന്യൂയോർക്ക് നിലവറയുടെ സ്ഥിരം ഭരണം ഏറ്റെടുക്കുന്നത് വരെ ഏതാനും വർഷങ്ങൾ മാത്രമായിരുന്നു. 2. ഇന്ത്യയിലെ സാഞ്ചി സ്തൂപം. സാഞ്ചി സ്തൂപം മധ്യപ്രദേശിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. സ്മാരകം വളരെ രസകരമാണ്. അതിന്റെ പിന്നിലെ ചരിത്രം കൂടുതൽ രസകരമാണ്. അശോക ചക്രവർത്തി തന്റെ അക്രമാസക്തമായ ജീവിതം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിലേക്ക് തിരിയുന്ന സ്ഥലമാണിത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ യുദ്ധസമയത്ത് ചക്രവർത്തിയെ ബുദ്ധൻ സന്ദർശിച്ചിരുന്നുവെന്നും രക്തച്ചൊരിച്ചിലല്ല സ്നേഹം പ്രചരിപ്പിക്കുന്നതിലൂടെ മഹത്വം കൈവരിക്കാമെന്നും പറയുകയും ചെയ്തതായി പറയപ്പെടുന്നു. 3. ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ. ഓസ്ട്രേലിയയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനായ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബോൾ റൂമുണ്ട്. പക്ഷേ 1985 മുതൽ അവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. ഓസ്ട്രേലിയൻ റെയിൽവേ സ്റ്റേഷൻ വളരെ തിരക്കുള്ളതിനാൽ പ്രതിദിനം ഏകദേശം 1,00,000 യാത്രക്കാർ അതിലൂടെ കടന്നുപോകുന്നു. ബോൾ റൂമിനെ കുറിച്ച് കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ. അതിന്റെ വാതിലുകൾ വളരെ അപൂർവമായി മാത്രമേ തുറക്കാറുള്ളൂ. ഓപ്പൺ ഹൗസ് മെൽബണിന്റെ വാർഷിക ആഘോഷവേളയിൽ പോലും രഹസ്യ ഗോൾഡൻ ടിക്കറ്റുള്ള ആളുകൾക്ക് മാത്രമേ പ്രത്യേക പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. 1910 ജെയിംസ് ഫോസറ്റും HPC ആഷ്വർത്തും ചേർന്ന് സ്റ്റേഷൻ തുറക്കുന്നതിന് 11 വർഷം മുമ്പാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതൊരു മെൽബൺ ഐക്കണായി മാറുകയും വിക്ടോറിയൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലെക്ചർ ഹാളായി ഉപയോഗിക്കുകയും ചെയ്തു. ഈ സമയം ലെൻഡിംഗ് ലൈബ്രറികൾ, ബില്യാർഡ് റൂമുകൾ, ടേബിൾ ടെന്നീസ്, ബോക്സിംഗ് റിങ്ങുകളുള്ള ഒരു സ്വകാര്യ ജിം എന്നിങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. 1950കളിലും 60കളിലും പൊതുനിർത്ത പരിപാടികൾ ഹാളിൽ നിറഞ്ഞു തുടങ്ങി. വിക്ടോറിയൻ സർക്കാർ 2017 ബോൾറൂം ഉൾപ്പെടെ മുഴുവൻ സ്റ്റേഷനും നവീകരിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ബോൾറൂം വീണ്ടും ഒരു വേദിയായി തുറക്കപ്പെടും എന്നാണ് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത്. 4. അമേരിക്കയുടെ മൗണ്ട് റഷ്മോർ. മൗണ്ട് റഷ്മോറിന്റെ കൊത്തിയെടുത്ത തലകൾക്ക് പിന്നിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഭരണഘടന, അവകാശ ബിൽ എന്നിവയിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മറഞ്ഞിരിക്കുന്ന നിലവറയുണ്ട്. ഹാൾ ഓഫ് റെക്കോർഡ്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്. രഹസ്യമുറിയിലുള്ള വാതിൽ ലിങ്കന്റെ തലച്ചോറിന്റെ മുൻഭാഗത്ത് കാണാം. സ്മാരകത്തിന്റെ ശില്പിയായ ഗഡ്സൺ ബോർഗം 80 തൊട്ട് 100 അടി വലിപ്പമുള്ള ഹാളിലേക്ക് നയിക്കുന്ന 800 ഗോവണികളാണ് ആദ്യം തയ്യാറാക്കിയത്. പ്രശസ്തരായ അമേരിക്കക്കാരുടെ ഐതിഹാസിക സൃഷ്ടികളും ശാസ്ത്രം, കല, വ്യവസായം എന്നിവയ്ക്കുള്ള US സംഭാവനകളുടെ എല്ലാം തന്നെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു ഉദ്ദേശം.
മഹത്തായ ഹാൾ നിർമ്മിക്കാനുള്ള ആശയം 1941 ശില്പിക്കൊപ്പം ഇല്ലാതായി. എന്നിരുന്നാലും 1998 ഉദ്യോഗസ്ഥർ രാജ്യത്തിന്റെ വിലയേറിയ ചരിത്രത്തിന്റെ ഒരു റെക്കോർഡ് പൂർത്തിയാകാത്ത ഹാളിനുള്ളിൽ സ്ഥാപിച്ചു. മുറിക്കുള്ളിൽ ബോർഗ്ലമിന്റെ ജീവചരിത്രം ഉൾപ്പെടെ യുഎസിന്റെ സുപ്രധാന രേഖകൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ തടിപ്പെട്ടിയുണ്ട്. ശില്പി ആദ്യം സങ്കല്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ് നിലവിൽ ഹാളിന്റെ രൂപകൽപ്പന. ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല. ഏറ്റവും അടുത്തുള്ള ലിംഗന്റെ തലയിലുള്ള ഈ വാതിലാണ് അതിന്റെ കവാടം. 5. ഇന്ത്യയിലെ താജ്മഹൽ. ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യ മുംതാസ് മഹലിനായി പണി കഴിപ്പിച്ച സ്നേഹത്തിന്റെ പ്രതീകമാണ് താജ്മഹൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു വ്യക്തിക്ക് പ്രണയത്തിൽ സഹിക്കേണ്ടി വരുന്ന വേദന പോലെ സ്മാരകത്തിനും വേദനാജനകമായ ഒരു കഥയുണ്ട്. താജ്മഹലിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ ചക്രവർത്തി തന്നെ അതിന്റെ ഭംഗിയിൽ മതിമറന്നുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഒരിക്കലും അത്തരം അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ തൊഴിലാളികളുടെ കൈകൾ വെട്ടിമാറ്റാൻ അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെ അവർക്ക് മറ്റൊന്ന് താജ്മഹൽ പോലെ മനോഹരമാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രണയത്തിന് തീർച്ചയായും ഒരു വ്യക്തിയെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് നയിക്കാൻ കഴിയും. പ്രണയത്തിന്റെ പ്രതീകമായി താജ്മഹൽ സന്ദർശിക്കുന്നവർക്ക് ഈ കഥ റോസാപ്പൂക്കളുടെ കിടക്കയിൽ ഒരു മുള്ളായി മാറിയേക്കാം. 6. വാഷിംഗ്ടൺ മോണുമെന്റ്. വാഷിംഗ്ടൺ സ്മാരകത്തിന്റെ മൈതാനത്ത് മാൻഹോളിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു 12 അടി ഉയരമുള്ള ഒരു മിനി കൺട്രോൾ പോയിന്റ് ഉണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ ഭൂപടങ്ങളും സമന്വയിപ്പിക്കാൻ സഹായിക്കുന്ന ജിയോഡറ്റിക് കൺട്രോൾ പോയിന്റായി ഇത് യഥാർത്ഥത്തിൽ സർവേയർമാർ ഉപയോഗിക്കുന്നു. നാഷണൽ ജിയോഡറ്റിക് സർവേ ഉപയോഗിക്കുന്ന രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന 1 ദശലക്ഷം കൺട്രോൾ പോയിന്റുകളുടെ ശൃംഖലയുടെ ഭാഗമാണ് ഇത്. ഔദ്യോഗികമായി ബെഞ്ച്മാർക്ക് എ എന്നാണ് ഇതറിയപ്പെടുന്നത്. 2011 വാഷിംഗ്ടൺ ഭൂകമ്പത്തിന് ശേഷം ബെഞ്ച്മാർക്ക് എ ഏറ്റവും പുതിയതായി ഉപയോഗിക്കപ്പെട്ടു. ട്രാൻസ് കോണ്ടിനെന്റൽ ലെവലിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി 1880കളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തു. ഈ സമയം തറനിരപ്പ് താരതമ്യേന വളരെ താഴ്ന്നതായിരുന്നു. അതിനാൽ സ്മാരകത്തിന്റെ അടിത്തറയുടെ ഭൂരിഭാഗവും നിലത്തിനു മുകളിൽ ദൃശ്യമായിരുന്നു. കുറച്ചു സമയത്തേക്ക് അത് നിലത്തുനിന്ന് ഉയർന്നു വരികയും ഒടുവിൽ ഒരു ഇഷ്ടിക ചിമ്മിനിയിൽ കുഴിച്ചിടുകയും ചെയ്യപ്പെട്ടു. സർവേയിങ് സർക്കിളിന് പുറത്തുള്ള ആളുകൾ മിനി വാഷിംഗ്ടൺ സ്മാരകം ഏറെക്കുറെ മറന്നു തുടങ്ങി. 7. വിക്ടോറിയ മെമ്മോറിയൽ. അസൂയ തീർച്ചയായും ശക്തമായ ഒരു വികാരമാണ്. കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽ അതിന്റെ യഥാർത്ഥ പ്രതീകമാണ്. ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഒരു ജനറൽ താജ്മഹലിന്റെ സൗന്ദര്യത്തിൽ ആഴപ്പെട്ടുവെന്നും അദ്ദേഹം വിക്ടോറിയ രാജ്ഞിയോട് അതിനെക്കുറിച്ച് സന്തോഷം പങ്കിട്ടുവെന്നും പറയപ്പെടുന്നു. രാജ്ഞി അതിനെക്കുറിച്ച് വളരെയധികം കേട്ടതിന് ശേഷം താജിനേക്കാൾ മഹത്വമുള്ള ഒരു സ്മാരകം നിർമ്മിക്കാൻ ജനറലിനോട് ഉത്തരവിട്ടു. അങ്ങനെ താജ്മഹലിൽ ഉപയോഗിച്ചിരുന്ന അതേ വാസ്തുവിദ്യാ രൂപകൽപ്പനയും മാർബിളുകളും ഉപയോഗിച്ചാണ് വിക്ടോറിയ സ്മാരകം നിർമ്മിച്ചത്. നിർമ്മാണ വേളയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് ധാരാളം വരുമാനം ഉപയോഗിക്കുന്നതായി ബ്രിട്ടീഷുകാർ കണ്ടതായും അതിനാൽ അവർ ഘടനയുടെ വലിപ്പം വെട്ടിക്കുറച്ചതായും പറയപ്പെടുന്നു. ഇതിനായി രാജ്ഞിയെ പ്രീതിപ്പെടുത്താൻ അവർ സ്മാരകത്തിന്റെ ചുറ്റും ഒരു വലിയ പൂന്തോട്ടം നിർമ്മിച്ചു. 8. പാരീസിലെ ഇഫൽ ടവർ. ഇഫൽ ടവറിന്റെ യഥാർത്ഥ ഡിസൈനർ സ്മാരകത്തിന്റെ ഏറ്റവും മുകളിലോ അല്ലെങ്കിൽ 3-ാം നിലയിലോ ഒരു രഹസ്യ അപ്പാർട്ട്മെന്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈഫൽ ടവറിന് മുകളിലുള്ള സ്വകാര്യ അപ്പാർട്ട്മെന്റ് വിശാലവും ആഡംബരവുമല്ല, പക്ഷേ തീർച്ചയായും സുഖകരമാണ്. സ്റ്റീലി വ്യാവസായിക ഗാർഡറുകൾ കൊണ്ട് നിർമ്മിച്ച ഗോപുരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രജ്ഞർക്ക് ലളിതമായ രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏകദേശം 1000 അടി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ അപ്പാർട്ട്മെന്റ് തികച്ചും മനോഹരമായ സ്ഥലമാണ്. മൃദുവായ ചിമ്മിനികൾ, തടി ക്യാബിനറ്റുകൾ, ചുവരുകൾ, സുന്ദരമായ ചിത്രങ്ങളാൽ പൊതിഞ്ഞ ഒരു ഗ്രാൻഡ് പിയാനോ എന്നിവ ഇതിന്റെ സവിശേഷതകളാണ്. അപ്പാർട്ട്മെന്റിനോട് അനുബന്ധിച്ച് പരീക്ഷണത്തിനായി ചില ലബോറട്ടറി ഏരിയകളും ഉണ്ടായിരുന്നു. ഇതിന്റെ നടത്തിപ്പവകാശിയായിരുന്ന ഗുസ്താവ് ഈഫലിന് ഒരു രാത്രിയിൽ പോലും സ്ഥലം വാടകയ്ക്കെടുക്കാൻ നിരവധി അഭ്യർത്ഥനകൾ ലഭിച്ചിരുന്നു. അവയെല്ലാം അദ്ദേഹം നിരസിച്ചു. പ്രതിഫലനത്തിനും അഭിമാനകരമായ അതിഥികൾക്കും വേണ്ടി അദ്ദേഹം അത് മാറ്റിവെച്ചു. നിലവിൽ അപ്പാർട്ട്മെന്റ് പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നു. അതിന്റെ മിക്ക ഫർണിച്ചറുകളും അതേപടി തുടരുന്നു. 9. ലിങ്കൺ മെമ്മോറിയൽ അണ്ടർക്രോഫ്റ്റ്. ലിങ്കൺ മെമ്മോറിയലിന് താഴെ 3 നിലകളുള്ള 43,800 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ബേസ്മെന്റ് 1974 വരെ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിന് അതിൻ്റെതായ സസ്യജീവിതവും മുഴുവൻ ആവാസ വ്യവസ്ഥയും തൊഴിലാളികളുടെ പ്രയത്നവും ഉണ്ട്. ശ്രീകോവിലിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ആർക്കും 2ാം ലോക മഹായുദ്ധത്തിന്റെ ബങ്കർ പോലെയുള്ള വാസ്തുവിദ്യയുള്ള ഭൂഗർഭ നില കാണാം. ലിങ്കൺ സ്മാരകത്തിന്റെ നിർമ്മാണം 1911 ആരംഭിച്ചു. ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് തൊഴിലാളികൾ ആദ്യം 40 അടി ആഴത്തിൽ കുഴിക്കേണ്ടി വന്നു. ഉപരിതല ഘടനയെ പിന്തുണയ്ക്കാൻ അവർ ഡസൻ കണക്കിന് കോൺക്രീറ്റ് നിരകൾ ഭൂഗർഭത്തിൽ ചേർത്തു. കോൺക്രീറ്റ് തൂണുകളുടെ ഈ ഭൂഗർഭ കത്തീഡ്രൽ 1975 പുതുക്കിപ്പണിയുന്നത് വരെ അവർ മറന്നുപോയി. സ്മാരകത്തിന്റെ കുളിമുറി പുതുക്കിപ്പണിയുമ്പോൾ അടിത്തറയിലേക്ക് നോക്കിയപ്പോൾ സ്റ്റാലക്ടൈറ്റുകൾ നിറഞ്ഞ ഒരു ഗുഹയും അതിൻ്റെതായ ആവാസ വ്യവസ്ഥയും കണ്ടെത്തി. 1914 മുതൽ നിർമ്മാതാക്കൾ നിർമ്മിച്ച ഇവയിൽ ഗ്രാഫിറ്റി പ്ലെക്സി ഗ്ലാസിൽ പൊതിഞ്ഞ കാർട്ടൂണുകൾ ഉൾക്കൊള്ളുന്ന ചില തൂണുകൾ കണ്ടെത്തി.
കണ്ടെത്തിയതിനു ശേഷം നാഷണൽ പാർക്ക് ഇതിനെ വിനോദസഞ്ചാരത്തിനായി ഉപയോഗിച്ചു. എന്നിരുന്നാലും 1989 ഒരു വിനോദസഞ്ചാരി ഇത് അധികാരികളെ അറിയിച്ചതിനാൽ നിർത്തിവെക്കേണ്ടി വന്നു. മറഞ്ഞിരിക്കുന്ന സ്ഥലം ഉൽപാദനക്ഷമമായ പുനരുപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ നിരവധി നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നും വിജയിച്ചില്ല. 2017 ജൂണിൽ 2022 ശതാബ്ദിയോടനുബന്ധിച്ച് പ്രദേശം പുനരധിവസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായി നാഷണൽ പാർക്ക് സർവീസ് പ്രഖ്യാപിച്ചിരുന്നു. 10. ഫത്തേപൂർ സിക്രി. ഇതൊരു കോട്ടയാണോ അതോ നഗരമാണോ? ഫത്തേപൂർ സിക്രിയിലേക്ക് വരുന്ന ഓരോ യാത്രക്കാരനും ചിന്തിക്കുന്ന ഒരു ചോദ്യമാണിത്. 1571 അക്ബർ ചക്രവർത്തി പണി കഴിപ്പിച്ച കോട്ടകളാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം ഇവിടെ നിലകൊള്ളുന്ന നിരവധി അത്ഭുതങ്ങൾ വീക്ഷിക്കുന്നതിനായി നിരവധി സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. അക്ബർ ചക്രവർത്തി തന്റെ കുടുംബത്തിനും പ്രഭുക്കന്മാർക്കും താമസിക്കാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും കഴിയുന്ന ഒരു ചെറിയ നഗരം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചതായി പറയപ്പെടുന്നു. കൊട്ടാരത്തിന്റെ പരിധിക്കുള്ളിൽ തുടരേണ്ട തന്റെ നിരവധി രാജ്ഞികൾക്ക് അതിന്റെ വിശാലമായ മൈതാനങ്ങളിൽ കറങ്ങാൻ അദ്ദേഹം ഫത്തേപൂർ സിക്രി നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ കോട്ട ഒരു കാലത്ത് മുഗൾ രാജകുടുംബത്തിന്റെ സ്വകാര്യ നഗരമായിരുന്നു എന്നും പറയപ്പെടുന്നു. 11. ടെന്നീസ് കോർട്ട് ഇൻ ദ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ. 1960 മുതൽ നിലനിൽക്കുന്ന ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലിലെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ടെന്നീസ് കോർട്ടാണ് വാണ്ടർബിൽറ്റ് ടെന്നീസ് കോർട്ട്. ടെർമിനലിന്റെ മുകൾ നിലകളിൽ ഒരു പൂർണ്ണ വലിപ്പത്തിലുള്ള കോർട്ട്, ഒരു ജൂനിയർ കോർട്ട്, ഫിറ്റ്നസ് റൂം എന്നിവ അവിടെയുണ്ട്. ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലിന്റെ പ്രതിദിനം ഏകദേശം 7,50,000 ആളുകൾ കടന്നുപോകുന്നു. എന്നാൽ അപൂർവമായ ആളുകൾക്ക് മാത്രമേ ടെന്നീസ് കോർട്ടുകളുടെ മറഞ്ഞിരിക്കുന്ന സാന്നിധ്യത്തെക്കുറിച്ച് അറിയൂ. 1984 ഡൊണാൾഡ് ട്രംപ് ഈ സ്ഥലം സെലിബ്രിറ്റികൾക്കും സമ്പന്നരായ ടെന്നീസ് പ്രേമികൾക്കും കളിക്കാവുന്ന ഒരു സ്വകാര്യ ടെന്നീസ് കോർട്ടാക്കി മാറ്റാൻ ശ്രമിച്ചു. ട്രംപ് സ്പോർട്സ് കോർട്ട് നവീകരിച്ച് യൂബർ എക്സിക്യൂട്ടീവ് കോർട്ടിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ട്രംപിന്റെ പാട്ടകാലാവധി തീരുന്നതുവരെ 30 വർഷത്തോളം സെമി സെക്രട്ടേറിയറ്റ് കോർട്ട് പ്രവർത്തിച്ചു. പിന്നീട് ഗ്രാൻഡ് സെൻട്രൽ 2 വർഷത്തേക്ക് ടെന്നീസ് കോർട്ട് ഇല്ലാതെ ഓടി. 2011 കോർട്ട് 4ാം നിലയിലേക്ക് മാറ്റി. പുതിയ കോർട്ടിന്റെ സേവനങ്ങൾ ട്രംപിന്റെ കോർട്ടുകളേക്കാൾ വില കുറഞ്ഞതാണ്. 12. ഗോൾ ഗുംബസ് ഇൻ ഇന്ത്യ. സഞ്ചാരികൾ സന്ദർശിക്കേണ്ട മറ്റൊരു ചരിത്ര സ്മാരകമാണ് ബീജാപൂരിലെ ഗോൾ ഗുംബസ്. ഈ കൂറ്റൻ സ്മാരകം ആദിൽ ഷാ ചക്രവർത്തിയുടെ ശവകുടീരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ശവകുടീരമാണിത്. ഈ കൂറ്റൻ നിർമ്മിതിയുടെ പ്രത്യേകത വിസ്പറിംഗ് ഗാലറി എന്നറിയപ്പെടുന്ന പൊള്ളയായ ഭിത്തികളാണിതെന്ന് പറയപ്പെടുന്നു. നാളിതുവരെ ഈ പൊള്ളയായ ഭിത്തിയുടെ പ്രവേശനം കണ്ടെത്താനായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിർമ്മിച്ചതെന്നതിന് പിന്നിലെ യഥാർത്ഥ കഥ ആർക്കും അറിയില്ല. അത് ഒരു രഹസ്യമായി തുടരുകയും ചെയ്യുന്നു. 13. 103rd ഫ്ലോർ ഓഫ് ദ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഇൻ ന്യൂയോർക്ക്. ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ 103ാം നിലയിലുള്ള ഒരു രഹസ്യ നിരീക്ഷണ ബാൽക്കണി പലർക്കും അറിയില്ല. ബാൽക്കണിയിലെത്താൻ ഒരാൾ എലിവേറ്ററുകളുടെ രീതിയിലുള്ള വളരെ കുത്തനെയുള്ളതും ഇടുങ്ങിയതുമായ ഗോവണിയിൽ പോകേണ്ടതുണ്ട്. നിരവധി സെലിബ്രിറ്റികൾ ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിലും ഡെക്ക് എന്നറിയപ്പെടുന്ന ഇവ പൊതുജനങ്ങൾക്കായി തുറന്നിട്ടില്ല. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് 103ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നത് വളരെ ഭയപ്പെടുന്നതാണ്. കെട്ടിടത്തിന്റെ സാധാരണ നിലകളിൽ ആരും കെട്ടിടത്തിൽ നിന്ന് വീഴാതിരിക്കാനുള്ള സുരക്ഷാ ഉപകരണങ്ങളുണ്ട്. എന്നാൽ ഈ ബാൽക്കണിയിൽ മുകളിൽ ഒരു താഴ്ന്ന റെയിലിംഗ് മാത്രമാണുള്ളത്. താഴേക്ക് നോക്കുമ്പോൾ കാലുകളും കൈകളും വിയർക്കുകയും ചെയ്യുന്നതായി ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും സവിശേഷമായ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇത് കൂടുതലും സന്ദർശിക്കുന്നത് സെലിബ്രിറ്റികളാണ്. ഇത് പൊതുജനങ്ങൾക്കായി തുറന്നാൽ പൂർണ്ണമായ ദുരന്തത്തിന് കാരണമായേക്കും. ഏറ്റവും മുകളിലത്തെ നിലകൾ അല്ലെങ്കിൽ 102ഉം 103ഉം നിലകൾ 200 അടി മെറ്റൽ ടിപ്പിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് എയർഷിപ്പുകൾക്ക് ഒരു കൊടിമരമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. 14. ടിനി സീക്രട്ട് റൂം അണ്ടർ ദ മെഡിസി ചാപ്പൽ ഓഫ് ദ ബെസിലിക്ക ഡി സാൻ ലോറൻസോ. 1530 ഫ്ലോറൻസിലെ ബെസിലിക്ക ഡി സാൻ ലോറൻസോയുടെ മെഡിസി ചാപ്പലിന്റെ കീഴിലുള്ള ഒരു ചെറിയ രഹസ്യമുറിയിൽ മൈക്കലാഞ്ചലോ എന്ന കലാകാരൻ ഒളിച്ചതായി പറയപ്പെടുന്നു. കരികൊണ്ട് ചുവരുകളിൽ 3 മാസത്തോളം അദ്ദേഹം ചെലവഴിച്ചു. 500 വർഷങ്ങൾക്ക് ശേഷം 1976 മാത്രമാണ് മ്യൂസിയം ഡയറക്ടർ ഡ്രോയിങ്ങുകൾ കണ്ടെത്തിയത്. 1512 പൂർത്തിയാക്കിയ ഡിസ്റ്റൈൻ ചാപ്പലിന്റെ മേൽക്കൂരയിൽ നിന്ന് 3 മാസത്തെ ഒളിവിൽ അദ്ദേഹം സ്വന്തം ചിത്രവും ക്രിസ്തുവിന്റെ ചിത്രങ്ങളും വരച്ചു. 3 മാസത്തേക്ക് മറഞ്ഞിരുന്നില്ലെങ്കിൽ മറ്റ് റിപ്പബ്ലിക്കന്മാർക്കൊപ്പം മൈക്കലാഞ്ചലോയും ശിക്ഷിക്കപ്പെടുമായിരുന്നു. 1530 നവംബറിൽ ചാപ്പൽ പൂർത്തിയാക്കാൻ കലാകാരനെ വീണ്ടും നിയോഗിച്ചു. തന്റെ ഒളിത്താവളം അദ്ദേഹം ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല. അത് 500 വർഷമായി ഒരു രഹസ്യമായിരുന്നു. അദ്ദേഹം തന്റെ സുഹൃത്തിന്റെ അനുവാദത്തോടെ അല്ലെങ്കിൽ ഒരു പള്ളിമണി ഗോപുരത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ചിലർ വിശ്വസിച്ചു. ഡ്രോയിങ്ങുകൾ 1976 കണ്ടെത്തിയതിനാൽ ഈ സ്ഥലം പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, എന്നും സ്മാരകങ്ങൾ പല കാര്യങ്ങളും മറച്ചുവെച്ചിട്ടുണ്ട്. അവയിൽ കണ്ടുപിടിക്കപ്പെട്ടതിൽ ചിലതിന് വ്യക്തമായ വിശദീകരണങ്ങൾ നിലവിലുണ്ട്.
അതിൽ ചിലത് മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.